നിങ്ങളുടെ വീട്ടുകാർ ഒരു കല്യാണാലോചന നോക്കുമ്പോൾ നിങ്ങൾ പുരുഷൻ കഠിനാധ്വാനിയായ പുരുഷനെ മാത്രമാണ് നോക്കുന്നത്? എന്റെ എക്സ്പീരിയൻസിൽ ആണുങ്ങൾ നോക്കുന്നത് പെണ്ണിന്റെ സൗന്ദര്യവും പിന്നെ പൈസയാണ്. ചെക്കന്റെ സൗന്ദര്യം നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ പകുതി ആണുങ്ങളും കല്യാണം കഴിക്കാം. അല്ല, എല്ലാവരും അങ്ങനെ തന്നെയല്ലേ? ഒരാൾ വരുന്നു എന്നോട് സംസാരിക്കുന്നവരുടെ പെരുമാറ്റം എങ്ങനെയാണ്, അവരുടെ സംസാര രീതി എങ്ങനെയാണ്, ഒരു പെൺകുട്ടി അവൻ എങ്ങനെ കരുതുന്നു, ഇതൊക്കെയാണ് നമ്മൾ പെൺപിള്ളേർ നോക്കുന്നത്. ഈ രണ്ട് വ്യക്തികളുടെയും സ്റ്റേറ്റ്മെന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രണയത്തിന് സൗന്ദര്യം വേണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ സ്ത്രീകളൊക്കെ പേഴ്സണാലിറ്റിയും ക്യാരക്ടറും നോക്കിയിട്ടാണ് പ്രപ്പോസ് ചെയ്യുന്നതെന്നും ഉറപ്പിക്കാലോ. ഓക്കെ, ഇങ്ങനെ ഒത്തിരി ആളുകൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. മനസ്സ് നോക്കിയിട്ടാണ് ഞങ്ങൾ പ്രണയിച്ചതെന്ന്. അതെങ്ങനെയാണ്? പേഴ്സണാലിറ്റിയും ക്യാരക്ടറും ഒക്കെ പുറത്ത് ഒട്ടിച്ചു വെച്ചിട്ട് എല്ലാവരും നടക്കുന്നത് അല്ലല്ലോ. ഇനി പുറത്ത് കാണിക്കുന്നതാണ് അവരുടെ യഥാർത്ഥ ക്യാരക്ടറും പേഴ്സണാലിറ്റിയും എന്ന് നമുക്ക് എങ്ങനെ ഉറപ്പിക്കാൻ സാധിക്കും? അതും സാധിക്കില്ല. അതിനവരുമായിട്ട് ഇടപഴകണ്ടേ, സംസാരിക്കണ്ടേ? ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ ആയിരുന്നെങ്കിൽ 100 വ്യക്തികളുമായിട്ട് സംസാരിച്ചതിന് ശേഷമായിരിക്കണം നമ്മൾ ഒരു വ്യക്തിയെ കണ്ടെത്തുന്നത്, പ്രപ്പോസ് ചെയ്യുന്നത്. അങ്ങനെയാണ്? അതുമല്ല. നമ്മുടെ സങ്കല്പത്തിലുള്ള വ്യക്തിയാണ് നമ്മുടെ കണ്ണുകൾ തിരയുന്നത്. ആ വ്യക്തിയുമായിട്ടൊരു അടുപ്പം സ്ഥാപിച്ചെടുക്കാനാണ് നമ്മുടെ ഹൃദയം ആഗ്രഹിക്കുന്നത്. അതിൽ പിന്നെയാണ് അവരുടെ മനസ്സെന്താണെന്ന് നമ്മൾ പൂർണ്ണമായിട്ടും അറിയുന്നത്. സോ നമ്മുടെ കണ്ണുകൾക്ക് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് നമ്മൾ ഹൃദയത്തിൽ കുടിയിരുത്തുന്നത്. അവിടെ പിന്നെ സൗന്ദര്യത്തിനല്ലാതെ എന്തിനാണ് പ്രസക്തി? നിഷേധിക്കാൻ പറ്റുമോ?